ഹായ് ഫ്രണ്ട്സ്, മഴക്കാലമാണ്. വെള്ളം കയറിയിട്ട് വാട്ടർ ഡാമേജ് ഇഷ്യൂ ആയിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് ഫോണുകൾ അയച്ചു തരുന്നുണ്ട്, അതുപോലെ ഫോണുകൾ നേരിട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം, വെള്ളം കയറിയെന്ന് പറഞ്ഞാൽ പരമാവധി നല്ലൊരു സർവീസ് സെൻറ്ററിൽ ആദ്യം കൊണ്ടുപോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യിക്കുക. ഇപ്പോഴത്തെ ഡിസ്പ്ലേ സംബന്ധിച്ചിടത്തോളം LED ഡിസ്പ്ലേകൾ പരമാവധി വെള്ളം കയറിയാലും ഒരു 80% വരെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത ഇല്ലാത്തതാണ്. 20% ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ളൂ. ആ 20%ഉം റിപ്പയർ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു അറിയാത്ത ആളുകൾ റിപ്പയർ ചെയ്തുകൊണ്ട് കംപ്ലൈൻറ്റ് വരാനുള്ള ഒരു ചാൻസാണ് കൂടുതൽ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ നോക്കിയിട്ടും വീണ്ടും ഡിസ്പ്ലേ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ദ്രവിച്ചു പോകുന്ന കംപ്ലൈൻ്റാണ് വരിക. അതായത് എന്തെങ്കിലും കമ്പോണൻസ് ഒക്കെ ദ്രവിച്ചു പോവുക, അല്ലെങ്കിൽ ട്രാക്ക് ദ്രവിച്ചു പോവുക, അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻ്റാണ് കൂടുതലും ഈ 20% വരുന്നത്. അല്ലാതെ 80%ഉം ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാൻ പറ്റുന്ന കംപ്ലൈൻ്റാണ് മഴ കൊണ്ട് വെള്ളം കയറിയാൽ സംഭവിക്കുക. കാരണം അതിൻ്റെ സ്ട്രിപ്പിനാണ് കൂടുതലും ഡാമേജ് സംഭവിക്കുക. സ്ട്രിപ്പിന് ഡാമേജ് സംഭവിച്ചാൽ നമുക്ക് സ്ട്രിപ്പ് ബോണ്ട് ചെയ്തിട്ട് സ്ട്രിപ്പ് ടോട്ടലി റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഡിസ്പ്ലേ നമുക്ക് അങ്ങനെ തന്നെ ഒറിജിനൽ നിലനിർത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 20,000 രൂപയുടെ ഡിസ്പ്ലേ ഒക്കെ ഒരു ചെറിയൊരു അതിന് 4-1 പ്രൈസിന് നിങ്ങൾക്ക് സ്ട്രിപ്പ് മാറി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി വൈറ്റ്, ഗ്രീന് അല്ലെങ്കിൽ ബ്ലാങ്ക് ആയി കഴിഞ്ഞാൽ നല്ല സർവീസ് സെൻറ്ററിൽ കൊണ്ടുകൊടുക്കുക. ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററുകൾ പരമാവധി ഒഴിവാക്കുക. മഴ കാരണം എന്താ വെച്ചാൽ മഴ പെയ്ത സാധനം, വാട്ടർ എൻട്രി ആയ സാധനം ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ അവർ വാറണ്ടി തരില്ല. അതുപോലെ തന്നെ അവർക്ക് റിപ്പയർ എന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം അങ്ങനെ വെള്ളം കയറിയ കുറച്ച് ഡിവൈസസിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചുതരാം. ഇത് ഐഫോണിൻ്റെ 15 Pro ആണ്. ഇതുപോലെ വെള്ളം കയറിയിട്ട് വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡിൽ വന്നൊരു സെറ്റാണ്. ഇത് നമുക്ക് അഴിച്ചു നോക്കാം, എന്താണ് ഇതിനുള്ളിലത്തെ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഇത് നമ്മൾ ഫ്രെയിം കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ, ഇത്രയും കണക്ഷൻസ് ഡാമേജ് ആയിരുന്നു. ഈ ഭാഗം മൊത്തം ബേണായി പോയിരുന്നു. നമ്മൾ കട്ട് ചെയ്ത് അവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ കണക്ഷൻസ് രണ്ടാമത് കണ്ടക്റ്റീവ് പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ഷൻസ് ഇട്ട് കൊടുക്കുകയാണ്. അത് പെർമനൻ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓണായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഡിസ്പ്ലേ മൊത്തത്തിൽ മാറ്റണമെന്നില്ല, നമുക്കത് റിപ്പയർ ചെയ്തിട്ട് ബാക്ക് ടു ലൈഫ് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും പേജ് ഫോളോയും ചെയ്യുക. താങ്ക് യു സോ മച്ച്.